Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19 സ്റ്റാർട്ട് ചെയ്യാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ചാനലിലൂടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ബികോം BBA സ്റ്റുഡൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഓക്കെ, സോ നമ്മൾ QTയുടെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നാം പിടിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം SI ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് 4 ക്വസ്റ്റ്യനിൽ 2 പ്രോബ്ലം 2 തിയറിയാണ് ഇതിൽ കണ്ടുവരാറ്. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ നിന്ന് ഒരു പ്രോബ്ലം എല്ലാ പ്രാവശ്യവും ഇടാറുണ്ട്. കോൺട്രാക്ട് കോസ്റ്റിംഗ് നിർബന്ധമായും കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ പഠിച്ചിരിക്കണം. കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ നിന്നാണ് മിക്ക പേപ്പറിലും ഒരു പ്രോബ്ലം മസ്റ്റായിട്ട് ഉണ്ടാവാറ്. ഓക്കെ, സോ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലം മസ്റ്റാണ് കേട്ടോ. ഒരെണ്ണം എപ്പോഴും വരാറുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലംസിൻ്റെ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് കുറച്ച് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലത്തെ ഏതെങ്കിലും ഒരെണ്ണം മാറി മാറി പിന്നിടാറാണ് പതിവ്. കോൺട്രാക്റ്റിൽ നിന്ന് എപ്പോഴും വരാറുണ്ട്. പിന്നെ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഇതിനേക്കാൾ മുമ്പത്തെ വർഷങ്ങളിൽ കാണാത്തതും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതുമായിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്. ക്യാഷ് ബഡ്ജറ്റ്. ക്യാഷ് ബഡ്ജറ്റിൻ്റെ പ്രോബ്ലം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ബഡ്ജറ്ററി കൺട്രോൾ ചാപ്റ്ററിൽ 2 ബഡ്ജറ്റാണ്, ക്യാഷും ഫ്ലെക്സിബിളും. സോ ഇതെന്തായാലും നോക്കി വെച്ചു. കഴിഞ്ഞ വർഷമാണ് അതിൽ നിന്നൊരു പ്രോബ്ലം ഇട്ടുള്ളൂ. അതിനേക്കാൾ മുമ്പുള്ള വർഷങ്ങളുടെ പേപ്പറിലോട്ട് പോകുമ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലം വരാറില്ല. ഓക്കെ, ബട്ട് കഴിഞ്ഞ പ്രാവശ്യം ക്യാഷ് ബഡ്ജറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാഷ് ബഡ്ജറ്റും ഫ്ലെക്സിബിൾ ബഡ്ജറ്റും എന്തായാലും ആ ചാപ്റ്റർ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി പോവാം കേട്ടോ. ബട്ട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ അല്ല. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ പ്രതീക്ഷിക്കുന്നത് പ്രോസസ് കോസ്റ്റിംഗിൽ നിന്നാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വരാറ്. വല്ലാണ്ടൊരു വലിയ ക്വസ്റ്റ്യൻ അല്ല പ്രോസസ് കോസ്റ്റിംഗ്. അതിൽ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം ഒരു 1-2 പേപ്പറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പ്രോബ്ലം നിർബന്ധമായും പഠിക്കുക. പ്രോസസ് അക്കൗണ്ട് വരയ്ക്കാനും അതുപോലെ തന്നെ അബ്നോർമൽ ലോസ്, നോർമൽ ലോസ്, അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് പ്രോബ്ലം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. സ്റ്റോഴ്സ് ലെഡ്ജറിൻ്റെ ലിഫോയോ ഫിഫോ മെത്തേഡിൽ 2 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യം പോലെ ഇരിക്കും. സ്റ്റോഴ്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫിഫോ മെത്തേഡ് പ്രകാരം പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ടോപ്പിക് SIയിൽ. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ്, ക്യാഷ് ബഡ്ജറ്റും ഫ്ലെക്സിബിളും നോക്കിക്കോ. ക്യാഷ് ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പേപ്പറിൽ. പ്രോസസ് കോസ്റ്റിംഗ് പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പിന്നെ സ്റ്റോഴ്സ് ലെഡ്ജർ കേട്ടോ. തിയറിയുടെ ഏരിയയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തിയറി പ്രതീക്ഷിക്കാം. ഭാഗ്യനെ കിട്ടും നിങ്ങൾക്ക്. വാട്ട് ഈസ് കോസ്റ്റിംഗ് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. എപ്പോഴും പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. അതിനാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യത. തിയറി എഴുതി എത്ര എഴുതിയാലും കിട്ടാനുള്ള മാർക്ക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വരാറുള്ളതാണത്. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. കൺസിഡേർഡ് ബിഫോർ ദ ഇൻസ്റ്റലേഷൻ of a costing system in an organization.
ഓർഗനൈസേഷൻ. അപ്പോൾ ഇതും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ്, പ്രതീക്ഷിക്കുക. അപ്പോൾ നിർബന്ധമായും ഈ ഒരു തിയറിയും നോക്കി വയ്ക്കുക. പ്രോബ്ലം ഒന്നും അറിയാത്തവർ, പ്രോബ്ലം ഒന്നും കഴിഞ്ഞിട്ടില്ലാത്തവർ നിങ്ങൾ ഈ തിയറി നോക്കി വയ്ക്കുക എന്നുള്ളതാണ് ഒരു സേഫ്റ്റിക്ക്. പ്രോബ്ലം തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക പരമാവധി എല്ലാവരും. നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ, ലേബർ കോസ്റ്റ് കൺട്രോൾ എന്താണ്? ലേബർ കോസ്റ്റ് കൺട്രോൾ എന്താണ്? അതിൻ്റെ ടെക്നിക്സ്, വാട്ട് ആർ ദ ടെക്നിക്സ് ഫോർ ലേബർ കോസ്റ്റ് കൺട്രോൾ? ടെക്നിക്സ് എന്തൊക്കെയാണ്? ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലേബർ കോസ്റ്റ് കൺട്രോൾ റിപ്പീറ്റ് ഒന്നുമല്ല, ബട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ തിയറി തന്നെ വന്നിട്ടുള്ളതാണ്. പ്രോസസ് ഓർ സ്റ്റെപ്സ്, നമുക്ക് പറയാം സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ്. മറ്റൊരു ക്വസ്റ്റ്യൻ. സോ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബേസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു സജഷനും കൂടിയും തരുന്നു. നമ്മൾ ഈ ലേബർ ചാപ്റ്ററിൽ വാരിയസ് പ്ലാൻസ് ഉണ്ട്, ബോണസ് പ്ലാൻസ്, അത് നോക്കി വയ്ക്കാം. വാരിയസ് ബോണസ് പ്ലാൻസ്. ഓക്കെ, അപ്പോൾ ലേബർ ചാപ്റ്ററിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോൺട്രാക്ട് കോസ്റ്റിംഗിൽ നിന്ന് നമ്മൾ എന്തായാലും ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിക്കുക. ദെൻ ബജറ്ററി കൺട്രോളിൽ നിന്ന് പ്രോബ്ലംസ് വരാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ക്യാഷ് ബജറ്റിൽ നിന്ന് പ്രോബ്ലം ഇട്ടു, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് ബജറ്റും ഫ്ലെക്സിബിൾ ബജറ്റും പഠിക്കുക. ഇപ്രാവശ്യം ഇടുമെന്ന് നമുക്ക് അറിയില്ല, ബട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പ്രോസസ് കോസ്റ്റിംഗിൽ നിന്ന് പ്രോബ്ലം ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇയേഴ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ചോദിക്കാറ് ഇല്ല. ഒരു പ്രാവശ്യം ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം ചോദിക്കില്ല, അങ്ങനെയാണ് വരാറ്. അപ്പോൾ എന്തായാലും അതും കൂടി നോക്കാം. പിന്നെ സ്റ്റോഴ്സ് ലെഡ്ജർ, ലിഫോ അതിൽ ഫിഫോ മെത്തേഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എസ്സേ 2 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിയറി ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ തിയറി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ടെക്നിക്സ്, മെത്തേഡ്സ്, പിന്നെ കോസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ ദി ഇൻസ്റ്റാളേഷൻ ഓഫ് എ കോസ്റ്റിംഗ് സിസ്റ്റം, പിന്നെ ലേബർ കോസ്റ്റ് കൺട്രോൾ അതിൻ്റെ ടെക്നിക്സ്, ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റെപ്സ്, ബോണസ് പ്ലാനുകൾ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിർബന്ധമായി ഒരു 4 കിട്ടിയിരിക്കും, ഷുവറാണ്. നമുക്ക് 2 എഴുതിയാൽ മതി. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ എസ്സേക്ക് സജസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ കേട്ടോ. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സ് ക്വസ്റ്റ്യൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.